ഹലോ നമസ്കാരം. മൈ പ്രഷ്യസ് സ്റ്റുഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം നമ്മൾ ഇന്ന് മറന്നുപോയൊരു പാട്ടല്ല പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു ട്രോൾ കോട്ടയം എന്ന പേരുള്ളൊരു ഇൻസ്റ്റാ പേജിൽ ഞാനൊരു പാട്ട് കേട്ടു. അത് അവരെഴുതിയിരിക്കുന്നത് അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ ഒരു മോർണിംഗ് ആന്തം പോലെ അവിടെ പ്ലേ ചെയ്യുന്നൊരു പാട്ടാണ്. ഈ പാട്ട് കേട്ട പാടെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം ആ പാട്ടിനോട് തോന്നി. അത് കേട്ടപ്പോഴേ എനിക്കത് പാടണം, അത് പഠിക്കണം, അത് പാടണം, ഈ ചാനലിലൂടെ അത് അവതരിപ്പിക്കണമെന്ന് വല്ലാത്തൊരു എനിക്ക് ആ പാട്ട് ആദ്യം കേട്ടപ്പോഴേ അതാണ് എനിക്ക് ശരിക്കും മനസ്സിൽ വന്നത്. വല്ലാത്തൊരു വൈബാണ് അത്. അവരും ആ കമൻറ്റിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. ആ പാട്ട് കേൾക്കുന്നത് വല്ലാത്തൊരു ഒരു വൈബാണ് ആ മ്യൂസിക്. അത് ശരിക്കും എല്ലാ ദിവസവും അവരവിടെ പാടുന്നതാണോ അതല്ല റെക്കോർഡ് ചെയ്തിട്ട് അവിടെ പ്ലേ ചെയ്യുന്നതാണോ ഒന്നും അറിയില്ല. പിന്നെ ഇത് കമ്പോസ് ചെയ്ത് ആരാന്നറിയില്ല, ഇത് എഴുതിയിരിക്കുന്നത് ആരാന്നറിയില്ല, ആ പാട്ട് പാടുന്നത് ആരാണെന്നറിയില്ല. അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ആ ഇൻസ്റ്റാ പേജിലും അതിൻ്റെ ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ഒരു ഫീല് അത് പറയാനാണെങ്കിൽ അവരുടെ ആ പേജിൽ തന്നെ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരവിടെ അസുഖമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ആ ഒരു സമയത്ത് ഒരു ടെൻഷൻ, വല്ലാത്തൊരു മാനസിക ടെൻഷനിലാണല്ലോ നമ്മൾ. പക്ഷെ അവർക്ക് എല്ലാ ദിവസവും രാവിലെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനം തരുന്ന സമാധാനം തന്നിരുന്നു എന്നങ്ങനെ എഴുതിയിരുന്നു. അത് സത്യമാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. വല്ലാത്തൊരു ഫീലാണ് ആ പാട്ടിന്. അതിൻ്റെ ആ കമ്പോസിഷൻ്റെ ഭംഗിയാണോ അതല്ല ആ പാടിയതിൻ്റെ ഭംഗിയാണോ അതല്ല അതിൻ്റെ ലിറിക്സിൻ്റെ ഭംഗിയാണോ എന്നറിയില്ല. എന്തോ ഒരു പ്രത്യേകതയാണ് ഈ പാട്ടിന്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലും അത് അവതരിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ്, ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ പാട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തിയറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവാകേണമേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയേണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. പാട്ടെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ പാട്ട് ഞാൻ കുറച്ച് ശ്രുതി താത്താണ് പാടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലിറിക്സ് എന്തെങ്കിലും എനിക്കൊന്നൊരു രണ്ടിടത്ത് ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഓഡിയോ അത്ര ഒരു ക്വാളിറ്റിയുള്ള ഓഡിയോ അല്ല. ഒരാൾ മൊബൈലിലെടുത്ത ഒരു ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടിട്ടാണ് ഞാൻ അത് എഴുതിയെടുത്തത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒരു രണ്ടിടത്തേ ഉള്ളൂ. ബാക്കി കൃത്യമായിട്ട് നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല ലിറിക്സാണ് ഇതിൻ്റെ. പിന്നെ ഞാൻ ഈ ശ്രുതി താത്ത് പാടുന്ന കാര്യം പറഞ്ഞത്, മിക്കവാറും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉള്ള പാട്ടുകളിലൊക്കെ, അതായത് ഇനി വരാൻ പോകുന്ന ഒരുപക്ഷെ പാട്ടുകളിലൊക്കെ ഞാൻ ശ്രുതി താത്തായിരിക്കും പാടുന്നത്. കാരണം ഒറിജിനൽ പാട്ടിൻ്റെ ആ ഒരു ശ്രുതിക്ക് ഒരുപക്ഷെ എൻ്റെ തൊണ്ടയിൽ കിട്ടിയില്ല എന്ന് വരും. അപ്പം നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന പാട്ട് പരിചയപ്പെടുക എന്നുള്ളതാണല്ലോ. പിന്നെ പാടുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള പഴയ മറന്നുപോയ പാട്ട് പരിചയപ്പെടാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.